വലിച്ചുമുറുക്കിയ വീണക്കമ്പി സ്വരമഴയ്ക്കിടെ തകർന്നുപോയ അനുഭവമാണ് സംഗീതലോകത്ത് ഭരതന്റെ വേർപാട് വരുത്തിവെച്ചത്. സംഗീതത്തിന് രൂപഭംഗിയും ദൃശ്യഭംഗിക്ക് ശ്രവണസുഖവും, അല്ലെങ്കിൽ സംഗീതത്തിന്റെ ദൃശ്യഭാഷയാണ് ഭരതൻ ആസ്വാദകർക്ക് നൽകിയതെന്നാണ് പാർവതി, ദേവരാഗം എന്നീ ഭരതൻ ചിത്രങ്ങൾക്കായി വരികളെഴുതിയ MD രാജേന്ദ്രൻ വിലയിരുത്തുന്നത്. തകരയും ആരവവും പറങ്കിമലയും പോലുള്ള സ്വന്തം ചിത്രങ്ങളിൽ ഗ്രാമങ്ങളുടെ പ്രകൃതിരമണീയതയും നിഷ്കളങ്കരായ ഗ്രാമീണരെയും ആവിഷ്കരിച്ച ഭരതന്റെ ഏറ്റവും വലിയ ബലഹീനതയും ഗ്രാമീണത തുളുമ്പുന്ന സ്വന്തം നാടും നാട്ടുകാരുമായിരുന്നു. കൗമാരത്തിൽ ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഭരതൻ ഓരോ വേലയ്ക്കും ഉത്സവത്തിനും ഓണത്തിനും തൻ്റെ സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചെത്തുമായിരുന്നു. തൻ്റെ വീടിനടുത്തുള്ള ഉത്രാളിക്കാവ് പുരത്തിന് എങ്കക്കാട് ദേശത്തിന് മിക്ക വർഷങ്ങളിലും പന്തൽ ഡിസൈൻ ചെയ്തു നൽകാറുള്ളത് ഭരതനായിരുന്നു. എങ്കക്കാടിൻ്റെ ഉത്സവ സോവനീറുകൾ ഭരതന്റെ കയ്യൊപ്പോടുകൂടിയ മുഖചിത്രങ്ങളില്ലാതെ പുറത്തിറങ്ങിയിരുന്നില്ല.